ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10:30 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റിൽ ഇടതുമുന്നണിയും 13 സീറ്റിൽ UDFുമാണ് ജയിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDFിന്റെ വി പ്രിയദർശിനിയും UDFിന്റെ ആഗ്നസ് റാണിയും തമ്മിലാണ് മത്സരം. വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് CPMന്റെ BP മുരളിയും UDFിന്റെ സജിത്ത് മുട്ടപ്പലവും തമ്മിലാണ് മത്സരം. തൃശൂരിലെ കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോർപ്പറേഷൻ മേയറാകാൻ DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടതായി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. DCCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റാണ് നടപടി സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കാരണമായോ എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ശബരിമല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായില്ലെന്ന MV ഗോവിന്ദന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയിരുന്നു. ശബരിമലയും പരാജയ കാരണമായിരിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷങ്ങൾ അകന്നതും തിരിച്ചടിയായോ എന്ന കാര്യത്തിലും പരിശോധനയുണ്ടാകും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയും ചേരും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ഇന്ന്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം 11 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. 24 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർപ്പുണ്ട്. പകുതിയിലധികം പേരെ കണ്ടെത്താനായില്ല എന്നാണ് CPMും കോൺഗ്രസും പറയുന്നത്. 28,000-ത്തിലധികം പേരാണ് പേര് ചേർക്കാൻ അപേക്ഷ നൽകിയത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരും. മിഥുൻ, ഗുഡ് മോർണിംഗ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്ന SIR ഈ സമയത്ത് നടപ്പിലാക്കുന്നതിൽ ഇപ്പോൾ അത് നടപ്പിലാക്കി കരട് പട്ടിക വന്നപ്പോൾ നിരവധി പേർ അതിന് പുറത്തായിരിക്കുന്നു. എന്ത് നിലപാടാകും ഇന്നത്തെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുക? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും കൃത്യമായി പറഞ്ഞാൽ 24,80,503 പേരാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ കണക്ക് എന്നുള്ളത് തന്നെയാണ്. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയിൽ അത് മാറ്റമുണ്ടാക്കണം, അത് നീട്ടി നൽകണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ പലകുറി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനിടെ ഇത്തരത്തിൽ ജനുവരി 22 വരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റ് എതിർപ്പുകളോ ഉണ്ട് എങ്കിൽ അത് അറിയിക്കാം. ഒപ്പം തന്നെ അവർക്ക് പേര് ചേർക്കാൻ ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് പേര് ചേർക്കാനുള്ള ഒരു അനുമതി കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 22 വരെ ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് പ്രവാസി വോട്ടർമാർക്ക് പേര് ചേർക്കാൻ ഉപയോഗിക്കാം. ഒപ്പം തന്നെ ഈ ഒഴിവാക്കാൻ ഫോം 7 ഉപയോഗിക്കണം. ഒപ്പം തന്നെ സ്ഥലം മാറ്റത്തിന് ഫോം 8 എന്നിവ പൂരിപ്പിച്ച് നൽകണം എന്നുള്ളത് തന്നെയാണ്. അത് BLOമാരുടെ കൈവശത്തു നിന്നും ഇത്തരത്തിലുള്ള എന്യൂമറേഷൻ ഫോമുകൾ ലഭ്യമാകും. ഒപ്പം തന്നെ ഫോമുകൾ ഓൺലൈനായും ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ്. ഇത് അപേക്ഷകളോടൊപ്പം ഈ ഡിക്ലറേഷൻ ഫോമും സമർപ്പിച്ചുകൊണ്ട് ഈ കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആക്ഷേപങ്ങളും പരാതികളും ജനുവരി 22 വരെ നൽകാമെന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം നൽകുന്നത്. അതിനിടയിലാണ് ഇന്ന് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ആദ്യ യോഗം ഇന്ന് ചേരുകയും ചെയ്തത്. ഇതിനു മുമ്പ് യോഗം ചേർന്നപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിവിധ കാര്യങ്ങൾ ആരായണമെന്നുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അക്കാര്യത്തിലൊക്കെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതിനൊരു വിമുഖത കാട്ടുകയും ഒപ്പം തന്നെ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒപ്പം തന്നെ ചില അപാകതകളും ചില പാകപ്പിഴകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിൽ ചില പാകപ്പിഴകൾ, അതായത് ഗുരുതരമായിട്ടുള്ള ചില പാകപ്പിഴകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു വാർഡിൽ തന്നെ ഏകദേശം 1200-ഓളം വോട്ടർമാരുള്ള ഒരു വാർഡിൽ തന്നെ ഏകദേശം 800-ലധികം പേരെ കണ്ടെത്താൻ ഇത്തരത്തിലായിട്ടില്ല എന്ന രീതിയിലാണ് ഇങ്ങനെ പുറത്താക്കിയിരിക്കുന്നത്. ഏകദേശം നിലവിലെ കണക്ക്
കണക്ക് പ്രകാരം നിലവിൽ 24 ലക്ഷത്തിലധികം പേരെ പുറത്താക്കിയതിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് വോട്ടർമാർ പുറത്തായിട്ടുണ്ട്. അതിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരുണ്ട്. അതിൽ ചില അപാകതകളുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് 24 ലക്ഷം പേരിൽ 6.5 ലക്ഷം പേർ അവർ എവിടെയാണ്, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള അടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തമായ ചിത്രം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ദുരൂഹതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏകദേശം 6.5 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവർ ആരാണെന്നോ, അല്ലെങ്കിൽ ഇവരെ എങ്ങോട്ട് പോയെന്നോ, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ സ്ഥലം മാറി പോയതാണോ, അല്ലെങ്കിൽ മരിച്ചവർ ആണോ ഇവർ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പേര് വിവരങ്ങൾ, ഒപ്പം തന്നെ ഇവരെവിടേക്കെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അത് മണ്ഡലം ജില്ലാ അടിസ്ഥാനത്തിൽ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം പലകുറി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഇത്തരത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ലായിരുന്നു. നേരത്തെ തന്നെ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ സംസ്ഥാന തലത്തിലുള്ള പട്ടികകളായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കണക്കുകൾ പുറത്തുവിടണം. നേരത്തെ ബൂത്ത് ലെവൽ അടിസ്ഥാനത്തിലായിരുന്നു പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തത്. അത് മാറ്റി മണ്ഡല തലത്തിലും ഒപ്പം തന്നെ ജില്ലാ തലത്തിലും എത്രത്തോളം ആളുകളുണ്ട്, വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ ഡേറ്റകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം ഇതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ 6 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ എവിടെ പോയി, അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ ഡേറ്റ അടക്കം നൽകണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് ചേർന്ന രാവിലെ 11 മണിക്കാണ് ഇതിൻ്റെ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വളരെ നിർണായക ശക്തികളായിട്ടുള്ള 6 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്രയധികം വോട്ടർമാർ എന്ന് പറയുന്നത് ഒരു ഭരണത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോട്ടർമാരാണ്. അവർക്ക് എന്തു സംഭവിച്ചു, അല്ലെങ്കിൽ അവരെങ്ങനെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ ഇവരെങ്ങനെ ഈ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വെബ്സൈറ്റിൽ ഈ രേഖകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുന്ന നടപടികളിലേക്ക് കമ്മീഷൻ കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിട്ടുള്ള ഈ ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അത് കുറച്ചുകൂടി വൈകിപ്പിക്കണം. അതാണ് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ മിഥുൻ? കാരണം SIR വന്ന സമയത്ത് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്ന ഒരു വലിയ എതിർപ്പ്, ഇതിന്റെ സമയം വളരെ കുറവാണ് എന്നുള്ളതാണ്. BLOമാരുടെയൊക്കെ നെട്ടോട്ടം നമ്മൾ കണ്ടതാണ്, അവരുടെ ദുരവസ്ഥയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ 24 ലക്ഷം പേരെ ഒഴിവാക്കിയിരിക്കുന്നു. ഇവർ എവിടെയെന്നത് കണ്ടെത്തണം. ഒപ്പം ബോധവൽക്കരണം പോലും കൃത്യമായി നടത്താനുള്ളൊരു സമയം ഇവർക്ക് ലഭിച്ചില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നില്ലേ? തീർച്ചയായും സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലായിരുന്നു ഡിസംബർ 9 ആദ്യം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിരുന്നത്. അത് പിന്നാലെ കുറച്ച് ദിവസം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പ്രത്യേകിച്ച് കോടതിയിൽ ഈ ഹർജികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ BLOമാരുടെ ജോലിഭാരം, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ആ ജോലിയും ഒപ്പം തന്നെ ഈ എന്യൂമറേഷൻ ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള SIRമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ഉൾപ്പെടെ ഈ ഇത്തരത്തിൽ BLOമാർ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് അധിക ഭാരം ഇത്തരത്തിൽ BLOമാർക്ക് ഉണ്ടാവുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കണ്ണൂരിൽ ഒരു BLO ജീവനൊടുക്കിയ സംഭവം, അത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തൊട്ടാകെ ഇത്തരത്തിൽ പല BLOമാരും ഇത്തരത്തിൽ ജീവൻ ഒടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും ഇത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അന്ന് സംസ്ഥാനത്തിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടി ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനെയും ഒപ്പം തന്നെ എന്യൂമറേഷൻ ഫോം നൽകുന്നത് അവസാന തീയതിയും ഒക്കെ നീട്ടി നൽകുകയും ചെയ്തത്. എന്തായാലും ഇനി ഒരു സമയം കൂടുതൽ അനുവദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഈ അവധിക്കാലമൊക്കെ കഴിഞ്ഞ ശേഷമാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ ഹർജികൾ വരുന്നത്. ആ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇതിനു മുമ്പ് പരിഗണിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അവരുടെ കൂടി താല്പര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് സുപ്രീം കോടതി തന്നെ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സത്യവാങ്മൂലം കൃത്യമായി സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ജോലികളും ഒപ്പം തന്നെ ഇത്തരത്തിൽ SIR-മായി ബന്ധപ്പെട്ട് ഉള്ള ജോലികളും 2 ഉദ്യോഗസ്ഥരാണ് നോക്കുന്നത്. അതായത് ഒരാൾ തന്നെയല്ല ഇത്തരത്തിലുള്ള ജോലികൾ നോക്കുന്നത്. SIR-മായി ബന്ധപ്പെട്ടുള്ള ജോലികൾ നോക്കുന്നതിന് ഒരു വിഭാഗം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജോലികൾ ഉണ്ട് എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് മറ്റുള്ള ഉദ്യോഗസ്ഥരെ SIR-മായി ബന്ധപ്പെട്ട് ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥരെ അല്ല അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും ഉന്നയിക്കുകയും ചെയ്യും. ഈ വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത തേടുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 24 ലക്ഷം അധികം പേരെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒഴിവാക്കിയവരിൽ കൂടുതൽ പേർ ഇപ്പോഴും ഈ പരാതികളുമായും ഒപ്പം തന്നെ ആശങ്കകൾ അറിയിച്ചും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇവർക്ക് ജനുവരി 22 വരെ വീണ്ടും പേര് ചേർക്കാൻ, പ്രത്യേകിച്ച് പ്രവാസികൾ അടക്കമുള്ള ആളുകൾക്ക് പേര് ചേർക്കാൻ ഓൺലൈനിലൂടെ പേര് ചേർക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതിനോടകം 28,000-ലധികം പേരുടെ ഫോമുകളാണ് ലഭിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഇനിയും പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 6.5 ലക്ഷം വോട്ടർമാർ അവരെവിടെ പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ടർമാരുണ്ടോ, അങ്ങനെ വോട്ടർമാരുണ്ട് എങ്കിൽ അവരിപ്പോൾ എവിടെയാണ്, അവർ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനം വിട്ടു പോയവരാണോ അല്ലെങ്കിൽ വിദേശത്തേക്ക് മാറിയവരാണോ, അതല്ല മരണപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തമായ ചിത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. ഈ ആവശ്യം മേലായിരിക്കും ഇന്ന് പ്രധാനമായും ഈ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ പുരോഗമിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി മിഥുൻ. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി. പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സുനിൽ ചവിട്ടുപടമാണ് ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനെതിരെ LDF അംഗം C. കണ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ലെന്നും കോടതി അറിയിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികൾ യോഗം ആസൂത്രണം ചെയ്യും. കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ ഇതേക്കുറിച്ചും യോഗം ചർച്ച ചെയ്തേക്കാം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും വിലയിരുത്തും. രാഗേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രവർത്തക സമിതി യോഗം ചേരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ആശ്വതി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് വിശാല പ്രവർത്തക സമിതി യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. അപ്പോൾ സ്വാഭാവികമായും ബീഹാർ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം ഇന്ന് പാർട്ടി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ നിർണായകമായ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, പശ്ചിമ ബംഗാൾ അടക്കമുള്ള, അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇതിൽ കേരളത്തിലും അസമിലും ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്താണ് പാർട്ടിയുള്ളത്. പശ്ചിമ ബംഗാളിലും കാര്യമായ പ്രകടനം സമീപകാലത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇടങ്ങളിൽ തിരിച്ചുവരവ് അതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അടക്കമുള്ളവ ചർച്ച ചെയ്തേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി മാറ്റിക്കൊണ്ടാണ് BBG റാംജി ബിൽ അടുത്തിടെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അന്ന് തന്നെ ഈ വിഷയം ഉയർത്തിയതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ. പ്രത്യേകിച്ച് രാഷ്ട്രപിതാവിൻ്റെ പേര് അതിൽ നിന്ന് മാറ്റി, കൂടാതെ ഈ പദ്ധതി തന്നെ ആകപ്പാടെ മാറ്റിക്കളഞ്ഞു. സ്വാഭാവികമായും ഇത് ആ പദ്ധതി നിലവിൽ നിരവധി ഗുണഭോക്താക്കൾ, കോടിക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ പദ്ധതി തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ് കേന്ദ്രത്തിൻ്റെ നടപടി എന്ന വിമർശനമൊക്കെ അന്ന് തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചതാണ്. അതിനുശേഷം കോൺഗ്രസ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. രാജ്യവ്യാപകമായി ഇനി ഈ പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ ആളുകളെ ഒപ്പം നിർത്തുക, തൊഴിലുറപ്പിൻ്റെ ഭാഗമായ ആളുകളെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുക, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ചർച്ചയുണ്ടാകും. അപ്പോൾ സമര പരിപാടികൾ രൂപം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിനുണ്ട്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശാല പ്രവർത്തക സമിതി യോഗം നടക്കുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിമാർ, പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർണാടകയിലെയും ഹിമാചൽ പ്രദേശിലെയും തെലങ്കാനയിലെയും മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ തന്നെ കർണാടകത്തിൽ
മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ വലിയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യവും പ്രവർത്തക സമിതി മുമ്പാകെ ചർച്ചയ്ക്ക് വന്നേക്കാം. ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ യോഗത്തിന് ശേഷം സിദ്ധരാമയ്യെ നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഏതായാലും DK ശിവകുമാറിനെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് ക്ഷണമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സിദ്ധരാമയ്യ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തും നേതൃത്വത്തിന്. രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് തന്നെയാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പുതിയ KPCC അധ്യക്ഷൻ വേണം എന്നൊരാവശ്യം സിദ്ധ അനുകൂല ക്യാമ്പ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉന്നയിക്കുന്നതാണ്. അക്കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഏതായാലും സിദ്ധരാമയ്യ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഹൈക്കമാൻഡ് പറയട്ടെ, അപ്പോൾ താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അപ്പോൾ മാറാം എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പക്ഷേ അധ്യക്ഷൻ കൂടിയായ കർണാടകയിൽ നിന്നുള്ള നേതാവ് കൂടിയായ മല്ലികാർജ്ജുൻ ഖർഗെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് അത് പ്രാദേശിക തലത്തിൽ, അതായത് സംസ്ഥാന തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. DK ശിവകുമാർ ആകട്ടെ താനൊരു പാർട്ടി പ്രവർത്തകനായി തുടരുമെന്ന അഭിപ്രായ പ്രകടനം പുറമേക്ക് നടത്തുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള നീക്കം ശക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും രാവിലെയാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ശരി രാകേഷ്. ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവർക്കും പങ്കാളിത്തവുമുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഇന്ത്യ. ബംഗ്ലാദേശിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെ ആക്രമണം തുടരുന്നതായി ആരോപണം ശക്തമാവുകയാണ്. BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ വെള്ളിയാഴ്ച ധാക്കയിലെ തന്റെ പിതാവും ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാന്റെ ശവകുടീരം സന്ദർശിച്ചു. എന്തായാലും ബംഗ്ലാദേശിലെ സ്ഥിതി മെച്ചപ്പെടുത്തണം. അവിടെ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നതിൽ വലിയ ആശങ്ക ഇന്ത്യ അറിയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നീതിയുക്തമായൊരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ആ രീതിയിൽ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ 17 വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലേക്ക് എത്തിയത് എന്തിന് എന്ന ചോദ്യം കൂടി വലിയ രീതിയിൽ ഉയരുകയാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ബംഗ്ലാദേശിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു സൂചന എന്ന് പറയുന്നത് താരിഖ് റഹ്മാന്റെ ഒരു മടങ്ങിവരവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 17 വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് ബംഗ്ലാദേശിലേക്കുള്ളത്. 2008 അദ്ദേഹം യു കെയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതിനു മുൻപേ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളെല്ലാം ചുമത്തി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു നിരവധി വർഷം 17 വർഷത്തോളം UK അതിനുശേഷമുള്ള തിരിച്ചുവരവാണ് അദ്ദേഹത്തിൻ്റെ ഈ ബംഗ്ലാദേശിലേക്കുള്ളത്. അതുമാത്രമല്ല BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ കൂടിയാണ് ഈ പറയുന്ന താരിഖ് റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം, സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു സൂചനയൊന്നും ഈ പറയുന്ന താരിഖ് റഹ്മാൻ നൽകിയിട്ടില്ല. എന്നാൽ ഈ താരിഖ് റഹ്മാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസ്, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും നിർണായകം തന്നെയാണ്. കാര്യം ഈ BNPയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് BNP ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ബന്ധം, അവരുടെ ഒരു സഖ്യം, അത് പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ സഖ്യമായിരുന്നു. അത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പറയുന്ന താരിഖ് റഹ്മാൻ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി അവർ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നു, മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കടുത്ത വിമർശനം കൂടി നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ BNP ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. ഇതിനു മുൻപേ 2001 BNP അധികാരത്തിലേറുന്നത്. ഇതിനു മുൻപേ വർഷങ്ങളായിട്ട് വലിയൊരു രാഷ്ട്രീയ വടംവലി ഉണ്ടായിരുന്നത് ഷെയ്ഖ് ഹസീനയും അതുപോലെ തന്നെ ഈ താരിഖ് റഹ്മാൻ്റെ അമ്മയായിട്ടുള്ള
ഈ ഖാലിദ സിയ അവർ രണ്ടുപേരും തമ്മിൽ ഒരു രാഷ്ട്രീയ വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഖാലിദ സിയ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയെ സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് വനിതകൾ തമ്മിലുള്ള പോരാട്ടം നിരവധി വർഷം അത് ബംഗ്ലാദേശിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം 2007 ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറുകയും അതിനുശേഷം ബംഗ്ലാദേശിൽ നടന്ന തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ നിഷ്പക്ഷമായിരുന്നില്ല എന്നും അവാമി ലീഗിൻ്റെ വലിയൊരു പിടിച്ചടക്കൽ, ഒരു സർവാധിപത്യമാണ് കാണാൻ സാധിച്ചതെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. അത് ഈ ഒരു കാരണം ഉന്നയിച്ചുകൊണ്ട് തന്നെ BNP പല തെരഞ്ഞെടുപ്പുകളും ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. അതും താരിഖ് റഹ്മാൻ ഒരു നീണ്ട 17 വർഷത്തിന് ശേഷം വീണ്ടും രാജ്യത്ത് തിരിച്ചെത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. തൻ്റെ പിതാവിനെ, അതായത് 1981 സൈനിക അട്ടിമറിയിൽ കൊല്ലപ്പെട്ട സിയാവുൾ റഹ്മാൻ്റെ കല്ലറയിലെത്തി ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ ഖാലിദ സിയെ സന്ദർശിക്കുന്നു. അതിനുശേഷം വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതകളാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം കൂടി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യ കക്ഷികളായി വരാൻ പോകുന്നത് BNPയും ജമാഅത്തെ ഇസ്ലാമിയും തന്നെയാണ്. അവാമി ലീഗ് ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗും ഈ തെരഞ്ഞെടുപ്പിന് പുറത്താണ്. എന്നാൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന തീവ്ര മതനിലപാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനമുണ്ട്. അവർ നടത്തിയ ഒരു സർവേ പ്രവചിക്കുന്നത് BNPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 30% വോട്ട് ലഭിക്കുമെന്നാണ്. ഈ ഫെബ്രുവരി 12 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 26% വോട്ടുകൾ ലഭിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു മൂന്നാമത്തെ പ്രധാന പാർട്ടിയായി ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത് നാഷണൽ സിറ്റിസൺ പാർട്ടിയാണ്. അത് നിലവിൽ 2024 ഒരു വിദ്യാർത്ഥി കലാപം അതിനുശേഷം രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. എന്നാൽ ഇവർക്ക് എത്ര ശതമാനം വോട്ട് ലഭിക്കും എന്നുള്ളത് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരു 6% വോട്ടുകളൊക്കെ ഇവർക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഒരു നിർണായക ഘടകമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 30% വോട്ടുകൾ BNPക്ക് ലഭിക്കുകയാണെങ്കിൽ അവർ അധികാരത്തിൽ വരാം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ നിർണായക പ്രസ്താവന ബംഗ്ലാദേശിൽ വീണ്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നിഷ്പക്ഷമായിട്ടുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരണം, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള ഇന്ത്യയുടെ ആവശ്യം അത് തീർച്ചയായിട്ടും നിലവിൽ വരും എന്ന് തന്നെയാണ് സൂചന. എന്നാൽ BNPയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇതിനു മുൻപ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗിൻ്റെയും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒരു താരതമ്യേന നല്ല ഒരു പാർട്ടിയാണ്. അത്യാവശ്യം ബംഗ്ലാദേശിൽ ഒരു പഴയതുപോലെ ഒരു ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുള്ള പാർട്ടിയാണ്. അതുമാത്രമല്ല നിലവിൽ ഈ താരിഖ് റഹ്മാൻ നടത്തിയതുപോലെ ഹിന്ദുക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതെല്ലാം അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. മാത്രമല്ല അവാമി ലീഗിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് അത് ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ അത് എങ്ങോട്ട് തിരിയും എന്നുള്ള കാര്യങ്ങളും നിർണായകം തന്നെയാണ്. ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളുടെ ഏതാണ്ട് 1,17,00,000 ഹിന്ദുക്കൾ അവിടെ ബംഗ്ലാദേശിലുണ്ട്. മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങളുമുണ്ട്. ഇവരുടെ വോട്ടുകൾ BNPക്ക് ലഭിക്കുമോ, അത് എങ്ങോട്ട് തിരിയും എന്നതിനെ അനുസരിച്ചിരിക്കും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും താരിഖ് റഹ്മാൻ്റെ മടങ്ങിവരവ് അത് ഇന്ത്യ ഉൾപ്പെടെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ശരി അജയ്, എന്തായാലും ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ഖാലിദ സിയ. ആ ഖാലിദ സിയയുടെ മകനാണ് താരിഖ് റഹ്മാൻ. ഇത്തരത്തിൽ താരിഖ് റഹ്മാൻ 17 വർഷത്തിന് ശേഷം ഷെയ്ഖ് ഹസീന ഇല്ലാത്ത ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം എന്താകും, ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ബംഗ്ലാദേശ് മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. അജയാണ് വിവരങ്ങൾ നൽകിയത്. മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ശബരിമലയിൽ ഇന്ന് മണ്ഡല പൂജ നടക്കും. 10, 10, 11, ഇടയിലാണ് തങ്കാങ്ക് ചാർത്തിയുള്ള പൂജ നടക്കുക. മണ്ഡല പൂജ കണക്കിലെടുത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. വൈകിട്ട് നട അടയ്ക്കും. ഈ മാസം 30 നട തുറക്കുക.
ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ ഇന്ന് പ്രധാനപ്പെട്ട പൂജയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് എത്രത്തോളമാണ്? ഭക്തർക്ക് നിയന്ത്രണമുണ്ടെന്നറിയാം. അശ്വതി, ഇന്ന് വലിയ നിയന്ത്രണങ്ങളുള്ളത് കൊണ്ട് തന്നെ തിരക്ക് തീരെയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മണ്ഡല പൂജ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 41 ദിവസത്തെ കഠിന വ്രതത്തിനൊടുവിൽ നടക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട 41 ദിവസത്തെ വ്രതം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വ്രതത്തിന് ശേഷം നടക്കുന്ന പൂജ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഏതാണ്ട് രാവിലെ 10 മുതൽ 11:30 വരെയുള്ള മുഹൂർത്തമാണ് മണ്ഡല പൂജയ്ക്ക് ഉള്ളത്. ആ സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിലാണ് പൂജ നടക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് പൂജ ഉണ്ടാകുക. രാവിലെ മുതൽ വിവിധ തരത്തിലുള്ള പൂജകൾ നടന്നു വരുന്നുണ്ട്. കലശപൂജ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള പൂജകൾ, അതിനുശേഷം ഏറ്റവും ഒടുവിൽ ദീപാരാധന. ഇതോടുകൂടി ഏതാണ്ട് 11:30 മണ്ഡല പൂജയ്ക്ക് ക്ഷേത്രത്തിൽ സമാപനമാകും. തങ്കയങ്കി ചാർത്തിയാണ് ഉള്ള മണ്ഡല പൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് നടക്കുക. ഇന്ന് രാവിലെ ഏതാണ്ട് അഭിഷേകമുണ്ട്. അഭിഷേകം 9:30 വരെ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഭക്തർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും എന്നുള്ളതാണ്. നേരത്തെ 11 മണി എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. മറ്റൊന്ന്, ഈ നിയന്ത്രണങ്ങൾ ഇന്ന് 35,000 പേർക്ക് മാത്രമാണ് ദർശനം വെർച്വൽ ക്യൂ ഉള്ളത്. 2,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം രാവിലെ നോക്കുകയാണെങ്കിൽ തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവാണ്. ഫ്ലൈ ഓവർ ഏതാണ്ട് മുകൾ ഭാഗത്ത് വളരെ സാധാരണമായ നിലയിൽ ഭക്തർ നടന്നു വരുന്നുണ്ട്. ഈ തിരുനടയ്ക്ക് സമീപം മാത്രമാണ് ഒരല്പം കാത്തു നിൽക്കേണ്ടി വരുന്നത്. അതിനപ്പുറത്തേക്ക് 18-ാം പടി ഉൾപ്പെടെ എല്ലാം കാലിയാണ്. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കയറി പോകുന്ന ഭക്തർ മാത്രമാണ് ഉണ്ടാകുക. അതേസമയം തന്നെ ഈ മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള പൂജാ സമയം ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ ഭക്തർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയ ഭക്തരും മറ്റും കാത്തിരിക്കാനുള്ള ആ സമയത്ത് തൊഴാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തരുണ്ട്. ഇന്നലെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഉണ്ടായിരുന്നു. അതിനുശേഷം തങ്കയങ്കി ചാർത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നലെ കാത്തുനിന്ന ഭക്തർ തങ്കയങ്കി ചാർത്തിയുള്ള ഭഗവാന്റെ ദർശനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ പലരും മടങ്ങി പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം വലിയ തിരക്ക് ഈ സന്നിധാനത്ത് ഇന്ന് അനുഭവപ്പെടുന്നില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം ഏതാണ്ട് രാത്രി 10 മണിക്ക് നടയടച്ചാൽ പിന്നീട് 30-ന് വൈകുന്നേരം 5 മണിക്കാണ് പിന്നീട് നട തുറക്കുക. മണ്ഡല പൂജ മകരവിളക്ക് 14-ാം തീയതി നടക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതാണ്ട് 33 ലക്ഷത്തിൽ പരം ഭക്തരാണ് ഈ ഒരു മണ്ഡലകാലത്ത് ഇവിടേക്ക് ശബരിമല ദർശനത്തിനായി എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് 25-26 തീയതികൾ വരെയുള്ള കണക്കുകൾ ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നത്. എന്തായാലും വലിയ തിരക്കൊന്നുമില്ലാതെ ഒരു വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടക്ക സമയത്തിൽ. എങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മണ്ഡലകാലം ഏതാണ്ട് അവസാനിക്കുകയാണ്. അശ്വതി. ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ ഡി മണിയെ കണ്ടെത്താനാകാതെ പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്ത തമിഴ്നാട് സ്വദേശി താൻ ഡി മണി അല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. MS മണി എന്നാണ് തന്റെ പേരെന്നും ബാലമുരുകൻ എന്ന ഡി മണി തന്റെ സുഹൃത്താണ് എന്നുമാണ് ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അടുത്ത മാസം 4-നോ 5-നോ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിനെത്തണമെന്ന് SIT ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡി മണിയുടെ സിം കാർഡ് താൻ ഉപയോഗിച്ചു എന്നാണ് MS മണി എന്ന് അവകാശപ്പെടുന്നയാൾ വ്യക്തമാക്കിയത്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ SITയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടത്തിലായിരുന്നു. ഡി മണി എന്ന ഒരാളിലേക്ക് എത്തുന്നു, അയാളുടെ മൊഴി നിർണായകമാകും, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കാമെന്ന രീതിയിലേക്ക് എത്തുമ്പോൾ 2 മണിയെ കണ്ടെത്തുകയാണ്. ഇന്നലെ ചോദ്യം ചെയ്തയാൾ യഥാർത്ഥ ഡി മണി അല്ല എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത് ഇത്? ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. ഡി മണി എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ അതാണ് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മണി എന്ന് പറയുന്നത്, അതായത് SIT അന്വേഷിക്കുന്ന ഡി മണിയാണോ അല്ലെങ്കിൽ അയാൾ പറയുന്നതാണോ ശരി എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് വീണ്ടും ഇയാളുമായി കൂടിക്കാഴ്ച നടത്തും SIT എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ് അന്വേഷണ സംഘം. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയും. പക്ഷേ ഈ ഡി മണിയെ തനിക്കറിയാമെന്ന് ഇയാൾ പറയുകയും ചെയ്യുന്നുണ്ട്.
തൻ്റെ സുഹൃത്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് താൻ കുറേ വർഷങ്ങളായി ചെയ്തു വരുന്നത്. അതിൻ്റെ രേഖകളൊക്കെ സമർപ്പിക്കാമെന്നും അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാമെന്നും ഒക്കെ അന്വേഷണ സംഘത്തോട് നേരത്തെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇയാൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു ഹൈക്കോടതി നൽകിയിട്ടുള്ള സമയപരിധി എന്ന് പറയുന്നത്. SIT സംബന്ധിച്ച് വളരെ നിർണായകപ്പെട്ട മണിക്കൂറുകളാണ് ഇനിയുള്ളത് എന്നുള്ളതാണ്. അതായത് ഇതുവരെയും തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ടില്ല, പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വിവിധ രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി ഈ ഒരു കേസ് പോകുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് തൊണ്ടി മുതലടക്കം കണ്ടെത്തിയതിനു ശേഷം ഈ കാലയളവിനുള്ളിൽ തന്നെ കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇതിൻ്റെ കാലാവധി നീട്ടി നൽകിയാണ് അന്വേഷണത്തിൻ്റെ. വീണ്ടും ഈ കാലാവധി നീട്ടി നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് സ്വാഭാവികമായും ഹൈക്കോടതി തന്നെ തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രൂക്ഷമായ വിമർശനവും കോടതിയിൽ നിന്ന് ഏൽക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ചില സംശയങ്ങൾ കോടതി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതായത് 2019 ഭരണസമിതിയിലെ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ ആ ഭരണസമിതിയിലുണ്ടായിരുന്ന മറ്റംഗങ്ങളെ എന്തുകൊണ്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നില്ല? ഇവർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിച്ചാൽ എന്താണ് തെറ്റ് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പിന്നീട് കൂടുതൽ ഊർജിതമായി SIT അന്വേഷണം പോവുകയും ചെയ്ത് അതിൻ്റെ പിന്നാലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ MD പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനെ അടക്കം അറസ്റ്റ് ചെയ്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തു. പിന്നാലെയാണ് രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഒരു വ്യവസായിയുടെ പേര് പറയുകയും ആ വ്യവസായിയെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിൽ അയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ D മണി എന്ന ദാവൂദ് മണി എന്ന് പോലും അറിയപ്പെടുന്ന ഒരു ഇടനിലക്കാരനിലേക്ക് കൂടി എത്തിയത്. അത് പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് എന്നാണ് രഹസ്യമൊഴി ലഭിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് എത്തിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറിയിട്ടുള്ളത്. അതിന് പണം നൽകിയതും തിരുവനന്തപുരത്ത് വെച്ചാണ്. അത് 2020 എന്നുകൂടി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ടെങ്കിൽ അതടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അതിൻ്റെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു, അതിൻ്റെ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്തുക, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ എപ്പോഴും അന്വേഷണ സംഘം അവിടെ തന്നെ തുടരുകയാണ്. ഇന്ന് വീണ്ടും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മണിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വേണ്ടി വന്നാൽ അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകണമെങ്കിൽ ആ നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2019 ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള വിജയകുമാറും ഒപ്പം തന്നെ KT ശങ്കരദാസും ഇവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇന്നലെയായിരുന്നു ഹാജരാകേണ്ട ദിവസം. പക്ഷേ ഇരുവരും ഹാജരായിരുന്നില്ലായിരുന്നു. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയെ സമീപിച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ തുടർ നടപടികളിലേക്ക്, കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് ഇവർ നൽകിയ മൊഴി, അവർ പറഞ്ഞിരുന്നത് എല്ലാം ചെയ്തത് A. പത്മകുമാർ മാത്രമാണ് എന്നാണ്. തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ്, തങ്ങളെ കബളിപ്പിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ആദ്യം നൽകിയ രേഖകളിൽ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇല്ലായിരുന്നു. ഞങ്ങളെ കാണിച്ചതിന് ശേഷം ഒപ്പിട്ടതിന് ശേഷമായിരുന്നു പിന്നീട് ഇത്തരത്തിൽ അത് തിരുത്തുകയും ഇങ്ങനെ സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തത് A. പത്മകുമാറാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മൊഴികളും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സംശയം അന്ന് ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ അത് എന്തുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് വന്നില്ല, അതൊരു പരാതിയായി ഇവർ ഉന്നയിച്ചിരുന്നില്ല എന്ന് കാര്യം ഹൈക്കോടതി തന്നെ ചോദിക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് കളവാണ്. അങ്ങനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരു അതായത് ഇത്തരത്തിലൊരു ഭരണസമിതി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിയാലോചിച്ച് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഇവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാകാത്ത മൊഴി തന്നെയാണ് എന്നുകൂടിയാണ് ഹൈക്കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് SIT പോലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പേരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വേഗത്തിൽ SIT മുന്നോട്ട് പോവുകയുമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SIT പ്രധാനപ്പെട്ട ഒരു
ഘട്ടത്തിൽ തന്നെയാണെന്ന് പറയാം. ഈ ഡി മണി എന്ന പേര് അത് ഈ കേസിലേക്ക് വന്നതും ഇത്രയും വേഗത്തിൽ SITക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനമായിരുന്നു. രമേശ് ചെന്നിത്തല തന്നോട് വിദേശ വ്യാപാരി പറഞ്ഞ ഒരാളുണ്ട് എന്നും അദ്ദേഹം മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു അല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ ഡി മണി എന്ന് പറയുന്നത് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി അല്ലെങ്കിൽ അതിന് ഇടനിലക്കാരനായി എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഡി മണിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ് ഡി മണി. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ മണി എന്ന് പറയുന്ന വ്യക്തി ഈ അന്വേഷണ സംഘവും അല്ലെങ്കിൽ ഈ വ്യവസായി പറഞ്ഞ ആ മണി തന്നെയാണോ എന്നുകൂടി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന അന്വേഷണമാണ്. അതിനുശേഷമാണ് ഡി മണി എന്ന വ്യക്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചും ഒപ്പം തന്നെ ഇങ്ങനെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയിരുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള മൊഴി ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായിയിൽ നിന്ന് ഈ ആൾ തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണി എന്നുകൂടി സ്ഥിരീകരിക്കുന്ന നടപടികളിലേക്ക് SIT സ്വാഭാവികമായും കടക്കും. അതിനുശേഷമായിരിക്കും ഒരു കടുത്ത നടപടികൾ അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ MS മണി താനാണ് MS മണി. പക്ഷേ തനിക്ക് ഈ ഡി മണിയെ അറിയാം എന്നുകൂടി ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്ന ഈ മണി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത് ശരിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന മണി ഇയാൾ തന്നെയാണോ എന്നുകൂടി ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടങ്ങളിലേക്ക് SIT കടക്കുക. എന്തായാലും SIT സംബന്ധിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി അന്വേഷണത്തിൻ്റെ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കണം, നിർണായകമായ മൊഴികൾ രേഖപ്പെടുത്തണം, ഒപ്പം തന്നെ കൂടുതൽ പ്രതികളിലേക്ക് ഈ ഒരു കേസ് പോകേണ്ടതായിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്ന ചില കടുത്ത വിമർശനങ്ങളുണ്ട്. SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു. അതായത് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്തുമെന്നുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ SITക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT അന്വേഷണം കൂടി ഇത്തരത്തിൽ അതായത് വേഗം കുറയുകയും ചെയ്തതെന്നുള്ള ഒരു വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇത് കോടതിയും അതേ രീതിയിൽ തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഒരു ഊർജം SIT സംബന്ധിച്ച് കൈവന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഒരു കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസും ഒപ്പം തന്നെ BJPയും ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. അതടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം ED ഈ കേസിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരും. പക്ഷേ ED ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങൾ കൂടി ഇവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും. ഇതിൻ്റെ എല്ലാ ഡേറ്റകളും കൈമാറണമെന്നുള്ള വിധി നേരത്തെ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതനുസരിച്ച് രേഖകളൊക്കെ കൈമാറുകയാണ്. ആ ഘട്ടത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, വലിയ വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ദോഷകരമാകുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തലുകളോ അല്ലെങ്കിൽ തെളിവുകളോ ഈ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തൽ CPMനെ സംബന്ധിച്ച് ഉണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ SIT അന്വേഷണം ഊർജിതമായി തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും കൂടുതൽ പ്രതികളിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഈ തൊണ്ടി മുതൽ എവിടെയെന്ന് കണ്ടെത്താനോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. ഏകദേശം 1.5 കിലോയിലധികം സ്വർണ്ണമാണ് കാണാതെ പോയത് എന്നുള്ളതാണ് ഇത്തരത്തിൽ മഹസറിലടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആ സ്വർണം എവിടെയെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. നിലവിൽ 534 ഗ്രാം സ്വർണം SIT പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താണ്. പക്ഷേ അത് ഈ സ്വർണ്ണമല്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത 109 ഗ്രാം സ്വർണ്ണമാണ്. അത് ഉൾപ്പെടെ ആണ് ഇപ്പോൾ SITയുടെ കൈവശമുള്ളത്. പക്ഷേ ഇപ്പോഴും യഥാർത്ഥ സ്വർണം കണ്ടെത്താനോ അല്ലെങ്കിൽ യഥാർത്ഥ കൂടുതൽ പ്രതികളിലേക്ക് എത്താനോ ഇപ്പോഴും SITയുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അവിടേക്ക് ഇതുവരെയും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരി. ഗാനമേളയും വെടിക്കെട്ടുമായി തോൽവി ആഘോഷമാക്കി LDF സ്ഥാനാർത്ഥി. മലപ്പുറം തെന്നല 6-ാം വാർഡിലെ അബ്ദുൾ മജീദാണ് പരാജയം ആഘോഷമാക്കി നാട്ടുകാർക്ക് ഭക്ഷണവും ഗാനമേളയും വെടിക്കെട്ടുമൊക്കെ ഒരുക്കിയത്.
ബാക്കി 14 സ്ഥാനാർത്ഥികളും തോറ്റിരിക്കുകയാണ്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും നമുക്കൊരു വിഷമല്ല. കാരണം നമ്മുടെ വിജയം തന്നെയാണ്. 5 വാർഡുകൾ നമുക്ക് വിജയിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ വിജയമായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. പരാജിതന്റെ തോൽവിയും വിജയം പോലെ ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് വിളിച്ചു പറയുകയാണ് തെന്നല ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച പാലക്കൽ അബ്ദുൽ മജീദ്. തന്റെ തോൽവി വിജയേക്കാൾ കളർഫുള്ളായി ആഘോഷിക്കുകയായിരുന്നു മജീദ്. മറുവശത്ത് വിജയിയായ UDF സ്ഥാനാർത്ഥിയുടെ വിജയം DJ അടക്കം വെച്ച് ആഘോഷിക്കുമ്പോൾ ഇവിടെ മജീദും ഒട്ടും കുറച്ചില്ല. വെടിക്കെട്ടും ഗാനമേളയും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി പരാജയത്തെ വിജയത്തെക്കാൾ മനോഹരമായി ആഘോഷിച്ചു. വോട്ടുകൾ ഞങ്ങൾക്ക് കുറവുണ്ടായി എന്ന് വെച്ചിട്ട് ഞങ്ങളാരും ഒരു പരാജിതരായ ആളുകളല്ല. നമ്മുടെ പിന്നിലെ ഒരു വലിയ സേന തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രയത്നവും അവരുടെ കഠിനാധ്വാനവും നമുക്കൊരുപാട് വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ ചേരിയിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളോടൊക്കെ ഒരു നന്ദി പറയുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. തന്റെ വാർഡിലെ 800ഓളം വരുന്ന ആളുകൾക്കാണ് മജീദ് ഭക്ഷണം ഒരുക്കിയത്. പരാജിതന്റെ ചിരി സംഗീതത്തെക്കാൾ മനോഹരമെന്ന തത്വം ഇവിടെ പ്രാവർത്തികമാക്കുകയായിരുന്നു മജീദ്. ലീഗിലെ KP അൻവറിനോട് 287 വോട്ടുകൾക്കാണ് അബ്ദുൽ മജീദ് പരാജയപ്പെട്ടത്. ന്യൂസ് 18 തിരൂർ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച പ്രദേശത്തെ കള്ളിങ് പുരോഗമിക്കുകയാണ്. 5 പഞ്ചായത്തുകളിലായി ഇതുവരെ 3795 പക്ഷികളെയാണ് കൊന്നത്. പ്രഭവ കേന്ദ്രങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് നശിപ്പിക്കുന്നത്. തകഴി, കാർത്തികപ്പള്ളി, കരുവാറ്റ, പുന്നപ്ര സൗത്ത്, പുറക്കാട്, ചെറുതന, നെടുമുടി, അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തുകളിലാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 19,881 പക്ഷികളെയാണ് ജില്ലയിൽ മുഴുവൻ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടത്. നെടുമുടി, കരുവാറ്റ, തകഴി, കുമാരപുരം പഞ്ചായത്തുകൾ കള്ളിങ് പൂർത്തിയായി. മറ്റു പഞ്ചായത്തുകളിൽ ഇന്നും തുടരും. തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് നശീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. PPE കിറ്റുകൾ ധരിച്ചാണ് പ്രതിരോധ പ്രവർത്തകർ കള്ളിങ് നടപടികൾ പൂർത്തീകരിച്ചത്. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തൽ നിരോധിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, ഫ്രോസൺ മീറ്റ്, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങി. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ലിഫ്റ്റിൽ ജീവനക്കാരി കുടുങ്ങി. ഫയർഫോഴ്സും ലിഫ്റ്റ് ടെക്നീഷ്യനും ചേർന്നാണ് ജീവനക്കാരിയെ രക്ഷപ്പെടുത്തിയത്. അരമണിക്കൂറിലധികം ജീവനക്കാരി ലിഫ്റ്റിൽ കുടുങ്ങിയതായി സഹപ്രവർത്തകർ അറിയിച്ചു. ഡയാലിസിസ് രോഗികളെ അടക്കം കൊണ്ടുപോകുന്ന ലിഫ്റ്റ് നിരന്തരം തകരാറിലാകുന്നതായും പരാതിയുണ്ട്. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായ പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിൽ. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനാക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്.
പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. 1 ഏക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റയിലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റികളും നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റില്ലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനാക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1-ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഒരു ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60-75 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ പഞ്ചായത്തിനെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ ഒരു പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷി സങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളിൽ സെലൻസ്കി ട്രംപ് നിർണായക ചർച്ച. ഫ്ലോറിഡയിൽ നാളെ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാക്കിയ 20-ദിന കർമ്മ പദ്ധതികളിൽ ചർച്ച 90% പൂർത്തിയാക്കി കഴിഞ്ഞെന്ന് സെലൻസ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അജയ് സുധാ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ട്രംപിന്റെ 28-ദിന സമാധാന പദ്ധതികളിൽ നിന്ന് പരിഷ്കരിച്ച 20 ദിനം ആണിപ്പോൾ സെലൻസ്കി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷ നാളത്തെ കൂടിക്കാഴ്ച? അശ്വതി, ഇത് തീർച്ചയായിട്ടും യുക്രൈൻ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ സമാധാന ചർച്ചകൾ അത് ശുഭകരമായി പര്യവസാനിക്കുമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇതോടെ എല്ലാം തീരുമോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് അതിലൊരു നിഗമനത്തിലേക്കും എത്താൻ സാധിക്കില്ല. കാര്യം അശ്വതി സൂചിപ്പിച്ചതുപോലെ ട്രംപ് മുന്നോട്ട് വെച്ച 28-ദിന സമാധാന പദ്ധതിയിൽ നിന്നാണ് സെലൻസ്കി അത് പരിഷ്കരിച്ച് 20-ദിന സമാധാന കരാറായി US മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് നടന്ന ഒരു സമാധാന ചർച്ചകൾ റഷ്യയുടെ പ്രതിനിധി ഇതിനെപ്പറ്റി പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇത് റഷ്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് ഈ കരാർ എന്നാണ് റഷ്യ പറഞ്ഞ ഇതിനോടുള്ള ആദ്യത്തെ പ്രതികരണം. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഔദ്യോഗിക പ്രതികരണം അത് ഇനിയും വരാനുണ്ട്. തീർച്ചയായിട്ടും ഇനി നാളെ ഫ്ലോറിഡയിൽ വെച്ച് സെലൻസ്കിയും ട്രംപുമായി നടക്കുന്ന കൂടിക്കാഴ്ച അത് നിർണായകം തന്നെയാണ്. പ്രധാനമായിട്ടും യുക്രൈൻ ഈ 20-ദിന സമാധാന കരാറിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് അവരുടെ കിഴക്കൻ മേഖലയായ ഡോൺബാസ് മേഖലയും അതുപോലെ തന്നെ അവരുടെ
ഒരു അവരുടെ ആണവ നിലയമായിട്ടുള്ള സഫോറിസിയ ഈ 2 സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൽ ഡോൺബാസ് മേഖല അത് നിരന്തരമായിട്ടുള്ള ഒരു തർക്കങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആദ്യം മുതൽ തന്നെ റഷ്യയും യുക്രൈനുമായിട്ടുള്ള തർക്കങ്ങൾക്ക് ഈ സ്ഥലം ഇടയാക്കിയിരുന്നു. ഈ സ്ഥലത്തിലേക്ക് റഷ്യ തങ്ങളുടെ അധിനിവേശം നടപ്പിലാക്കി. ഇപ്പോൾ അതിൻ്റെ ഈ ഡോൺബാസ് മേഖലയുടെ 70% റഷ്യയുടെ കൈപ്പിടിയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലുഹാൻസ്കും അതുപോലെ തന്നെ ഡോണറ്റ്സ്ക് എന്നീ പ്രവിശ്യകൾ ചേർന്നതാണ് ഈ ഡോൺബാസ് മേഖല. അതിൽ ഈ ലുഹാൻസ്ക് എന്ന് പറയുന്ന പ്രദേശം അത് പൂർണ്ണമായിട്ടും റഷ്യയുടെ കൈവശമാണ് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ബാക്കിയുള്ള ഈ ഡോണറ്റ്സ്ക് മേഖല അത് ഒരു 30% വരും മൊത്തം ഡോൺബാസ് മേഖലയുടെ. ഈ ഒരു പ്രദേശം ഇപ്പോഴും യുക്രൈൻ്റെ കൈവശം തന്നെയാണ്. ഇവിടെ ഇപ്പോഴും റഷ്യയുമായിട്ടുള്ള ഒരു സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് നിന്നുകൂടി യുക്രൈൻ പിൻവലിഞ്ഞ് പൂർണ്ണമായിട്ടും ഡോൺബാസ് മേഖലയുടെ നിയന്ത്രണം റഷ്യയ്ക്ക് വേണം എന്നതാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. എന്നാൽ യുക്രൈൻ ഇത് അംഗീകരിച്ചിട്ടില്ല. ഇതിനൊരു പരിഹാരമായി അമേരിക്ക നിർദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു സ്വതന്ത്ര സാമ്പത്തിക മേഖലയായി ഡോൺബാസ് മേഖലയെ നിലനിർത്തണം എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. യുക്രൈൻ നിലവിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ഹിതപരിശോധന നടത്തണം എന്നതാണ് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. ഇതിനായി 60 ദിവസത്തെ സാവകാശം വേണം. ഈ സമയത്തേക്ക് റഷ്യ പൂർണ്ണമായിട്ടും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും യുക്രൈൻ ആവശ്യപ്പെടുന്നു. ഇവിടെയുള്ള ജനങ്ങളോട് ഒരു ഹിതപരിശോധന, സ്വതന്ത്രമായിട്ടുള്ള ഹിതപരിശോധന പൂർണ്ണമായിട്ടുള്ള ഡോൺബാസ് മേഖലയിൽ നടത്തണം. അതായത് റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള 70% പ്രദേശത്തും യുക്രൈൻ്റെ കൈവശമുള്ള 30% പ്രദേശത്തും ഇത്തരമൊരു ഹിതപരിശോധന നടത്തി അമേരിക്കയുടെ ഈ തീരുമാനം ഈ സ്വതന്ത്ര സാമ്പത്തിക മേഖലയാക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലൂടെ ഒരു അന്തിമ തീരുമാനം അവിടെയുള്ള ജനങ്ങൾ തന്നെ എടുക്കണം. അതിന് 60 ദിവസത്തെ സാവകാശം വേണം എന്നതാണ് ഈ പരിഷ്കരിച്ച 20 ദിന കരാറിൽ യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുക്രൈൻ്റെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആണവ നിലയമാണ് സഫോരീസിയ എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് ഒരു പരിഹാരമായിട്ട് 28 കരാറിൽ US മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് US-നും റഷ്യയ്ക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു കൺസോർഷ്യം രൂപീകരിച്ച് അതിൻ്റെ നിയന്ത്രണത്തിൽ ഈ സഫോരീസിയ ആണവ നിലയത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ യുക്രൈൻ ഇത് അംഗീകരിച്ചിട്ടില്ല. പകരം യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന 20 ദിന സമാധാന കരാറിൽ ഉള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് US-ൻ്റെയും യുക്രൈൻ്റെയും ഒരു സംയുക്ത നിയന്ത്രണത്തിൽ ഈ പ്രദേശത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്നാൽ ഈ 2 ആവശ്യങ്ങളും, അതായത് ഡോൺബാസ് മേഖലയിൽ ഒരു ഹിതപരിശോധന നടത്തണം എന്നുള്ളതും ഈ സഫോരീസിയ ആണവ നിലയം സംബന്ധിച്ച് ഇത് US-ൻ്റെയും യുക്രൈൻ്റെയും നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമായിട്ട് ഈ ആണവ നിലയത്തെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം. ഈ 2 നിർണായകമായിട്ടുള്ള ആവശ്യത്തിനോട് റഷ്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിർണായകം തന്നെയാണ്. കഴിഞ്ഞ സമാധാന ചർച്ചയിൽ റഷ്യ പ്രതികരിച്ചത് ഇത് റഷ്യ ചർച്ച ചെയ്ത ആവശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണെന്നുള്ളതാണ്. ഇതിൽ അവരുടെ ഒരു അവസാനത്തെ പ്രതികരണം അത് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ഈ സമാധാന കരാറിൽ 90% തീരുമാനമായി അതൊരു അവസാനത്തിലേക്ക് പോകുന്നു എന്ന് യുക്രൈൻ പറയുമ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ശരി, അജയ് സുധാ ബിജു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.